ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹൗസ് മേറ്റ്സ് എന്ന മൂവിയാണ്. നായകനും നായികയും പുതുതായി വാങ്ങിയ ഫ്ളാറ്റില് വിചിത്രമായി എന്തൊക്കെയോ നടക്കുന്നു. അവരെ കൂടാതെ ആ ഫ്ളാറ്റില് മറ്റാരൊക്കെയോ താമസിക്കുന്നുണ്ട്. ഒരേ സമയം രണ്ടു കുടുംബം ഒരു ഫ്ളാറ്റില് പരസ്പരം കാണാതെ എങ്ങനെ താമസിക്കും? അവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന അവരറിയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. വളരെ വ്യത്യസ്തമായ ഈ ഒരു മൂവിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായകനായ കാർത്തിക് തന്റെ ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കൂടി അവന്റെ സുഹൃത്ത് ദീനയും ഉണ്ടായിരുന്നു. എന്നാൽ രജിസ്ട്രേഷൻ നടക്കുന്നതിനിടയിൽ ദുശകനം പോലെ പല കാര്യങ്ങളും അവൻ അവിടെ ശ്രദ്ധിക്കുന്നു. സൈൻ ചെയ്യാൻ എടുത്ത പേപ്പറിലേക്ക് മഷി വീഴുകയും സൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടുത്തെ കറണ്ട് പോവുകയോ ഒക്കെ ചെയ്തു. മാത്രമല്ല താക്കോല് കൈമാറിയപ്പോ ആ താക്കോലും താഴെ വീണു. കുറച്ച് പഴയ ഫ്ളാറ്റ് ആയിരുന്നു അത്. എന്നാൽ അവൻ 45 ലക്ഷം രൂപ കൊടുത്താണ് അത് വാങ്ങിയത്. അവൻ ഇത്രയും കാലം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ അനു എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അവൻ പ്രണയത്തിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വന്തമായിട്ട് വീടില്ലാത്ത അവന് അവളെ കെട്ടിച്ചു കൊടുക്കാൻ അവളുടെ അച്ഛൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവൻ ലോൺ എടുത്ത് ഈ ഫ്ളാറ്റ് വാങ്ങിയത്. എന്നിട്ട് അവളുടെ അച്ഛനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അയാൾ വീണ്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പുതിയ ഫ്ളാറ്റ് വാങ്ങിക്കുന്നു വിചാരിച്ചപ്പോ നീ ഏതോ പഴയ ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്നു. മാത്രമല്ല അനാഥനായ നിനക്ക് എന്റെ മകളെ കല്യാണം കഴിച്ചു തരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അയാൾ സമ്മതിക്കാത്ത കാരണം അനുവിനെ വിളിച്ചിറക്കി കൊണ്ടുപോകാനായിരുന്നു അവന്റെ ഉദ്ദേശം. എന്നാൽ അനു ആകട്ടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറയുന്നുണ്ട് അച്ഛന്റെ ഇഷ്ടമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന്. അവൻ പലതവണ അനുവിനോട് ഇറങ്ങി വരാൻ പറഞ്ഞെങ്കിലും അവള് വന്നില്ല. കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. അവൾക്ക് വേണ്ടി വീടും വാങ്ങിയിട്ട് അവസാനം അവൾ ഇറങ്ങി വരില്ലാന്ന് കണ്ടപ്പോ അവൻ ആകെ സങ്കടത്തിലായിരുന്നു. അന്ന് രാത്രി അവൻ മദ്യപിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ അവള് കല്യാണ വേഷത്തില് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് കാണുന്നത്. തലേന്ന് ഞാൻ അപ്പോൾ ഇറങ്ങി വന്നിരുന്നെങ്കിൽ അച്ഛൻ എന്നെ അടിച്ചേനെ, നിന്നെ അടിച്ചേനെ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായേനെ. നാളെ നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാനുള്ളതാ. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇന്നലെ അച്ഛന്റെ കൂടെ നിന്നത്. ഇന്ന് രാവിലെ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പോരുന്നു. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കല്യാണം കഴിക്കാം. അങ്ങനെ അവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. അവൻ വാങ്ങിയ ഫ്ളാറ്റില് അവർ താമസവുമായി. അന്ന് രാത്രി ഇവർ ഉറക്കമായി കഴിയുമ്പോൾ വലിയൊരു ഇടിമിന്നൽ അടിക്കുന്നു. ആ ഇടിമിന്നലിൽ ഒരു വെളിച്ചം ഇവരുടെ വീടിന്റെ ഭിത്തിയിലേക്ക് കടന്നു വരുന്നതായിട്ടും കാണിക്കുന്നു. അവൻ രാവിലെ തന്നെ ജോലിക്ക് പോകും. മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ജോലിക്ക് പോയ ശേഷം വീടെല്ലാം ക്ലീൻ ആക്കാൻ നേരത്ത് അനു ആകട്ടെ അലമാരയുടെ ബാക്കിലായിട്ട് ക്രയോൺ കൊണ്ട് ആരോ വരച്ച പോലെ ഒരു ചിത്രം കാണുന്നു. ഈ ഫ്ലാറ്റിലെ സാധനങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന സമയത്ത് അവൾ ആ ഒരു ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് വിചാരിച്ച് അവൾ ഫോട്ടോ എടുത്ത് കാർത്തിക്കിന് അത് അയച്ചു കൊടുക്കുന്നു. എന്നാൽ നീ അത് ശ്രദ്ധിക്കാഞ്ഞതായിരിക്കും, നേരത്തെ തന്നെ ആ ചിത്രം അവിടെ ഉണ്ടായിരുന്നതായിരിക്കും എന്നൊക്കെ അവൻ പറയുന്നു. കാരണം ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവർക്ക് കുട്ടികളുണ്ടായിരുന്നു. അവരാരെങ്കിലും നേരത്തെ വരച്ചു വെച്ചതാകാം. എന്നാലും താനത് നേരത്തെ കണ്ടില്ല എന്ന് തന്നെയായിരുന്നു അനു ഉറച്ചു വിശ്വസിച്ചത്. ഇവിടെ കാർത്തികിനാകട്ടെ ഒരു വലിയ പ്രോജക്ട് വന്നിരിക്കുകയാണ്. പറഞ്ഞ ഡെഡ് ലൈനിലുള്ള ആ മെഷീൻ ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ ജോലി പോലും പോകുന്ന കേസായിരുന്നു. അന്ന് അനു കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് TV തനിയെ ഓണാകുന്നു. TVയിലെ ചാനലുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ കാർട്ടൂൺ ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ അത് തന്നെ വെച്ചിട്ട് അവിടെ ആരോ ഇരുന്ന് TV കാണുന്നുണ്ട്. കുളി കഴിഞ്ഞിറങ്ങിയ ഇവള് ചിന്തിക്കുന്നു ഈ TV എങ്ങനെ ഓണായി എന്ന്. അവിടെയെങ്ങും ആരെയും കാണുന്നുമില്ല. അവള് റിമോട്ടിൽ TV ഓഫ് ആക്കിയിട്ട് നടന്നു പോകുമ്പോൾ വീണ്ടും TV ഓണായിരിക്കുന്നു. അവള് വല്ലാതെ പേടിച്ചുപോയി. ഓടിപ്പോയി അതിന്റെ പ്ലഗ് എല്ലാം തന്നെ ഊരിയിട്ടു. ബെഡ്റൂമിലേക്ക് ചെന്നപ്പോ അവിടെ ആരോ ഉള്ള പോലെ അവക്ക് തോന്നി. മാത്രമല്ല എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. നേരത്തെ അവള് കണ്ട ആ ചിത്രത്തിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോ നേരത്തെ ഒരു ചതുരം മാത്രമായിരുന്ന ആ ചിത്രത്തിന്റെ മുകളിൽ ഒരു വീടിന്റെ രൂപം കൂടി വന്നിരിക്കുന്നു. ആരോ ആ ചിത്രം പൂർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിന്റെയും ഫോട്ടോ എടുത്തു വെച്ചു. പിന്നീട് അവൾക്ക് ആ വീട്ടിലിരിക്കാനേ തോന്നിയില്ല. കുറച്ചു നേരം പാർക്കിലേക്ക് പോയിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും കാർത്തിക് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട് ആ വീട്ടില് എന്തൊക്കെയോ അമാനുഷികമായിട്ട് നടക്കുന്നുണ്ട്, നമുക്ക് ഈ വീട് മാറിയാലോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ എന്നെ പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്ക് ഇതുപോലൊരു വീട് കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. അതത്ര പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ല, ഇത്രയും വില കൊടുത്ത് വാങ്ങിയതല്ലേ. ഇതൊക്കെ അവളുടെ തോന്നലാണെന്നായിരുന്നു കാർത്തിക് പറയുന്നത്. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് മറ്റൊരിടത്ത് ഒരു കുട്ടി ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നതാണ്. കുറച്ചു കഴിയുമ്പോൾ അവന്റെ റൂമിലെ ഫാൻ തനിയെ ഓഫ് ആവുകയും ലൈറ്റ് തനിയെ ഓൺ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരോ അതിന്റെ സ്വിച്ചുകൾ ഇടുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി അവന് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല അവന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ അലമാര തനിയെ തുറക്കുന്നു. അവൻ പതി അതിന്റെ അടുത്തേക്ക് പോയി ഉള്ളിലേക്ക് നോക്കിയതും അലമാര പെട്ടെന്ന് അടയ്ക്കുകയും അവൻ അതിന്റെ ഉള്ളിലായി പോവുകയും ചെയ്തു. ഇവിടെ അനു ആകട്ടെ കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിലേക്ക് ഇട്ട ശേഷം ബെഡ്റൂമിലേക്ക് പോയതായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ടാപ്പ് തനിയെ തുറക്കുകയും വെള്ളം വരികയും ചെയ്യുന്നത് കാണിക്കുന്നു. അവള് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവൾ അതിലേക്ക് വെള്ളം പിടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആലോചിച്ച് അവൾ നിൽക്കുമ്പോൾ അവള് നേരിട്ട് കാണുന്നുണ്ട് ആ ടാപ്പ് ആരോ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. പേടിച്ച് അവൾ ബാക്കിലേക്ക് വീഴുന്നു. അനു ഈ വിവരങ്ങൾ കാർത്തിക്കിനോട് പറയുമ്പോൾ അവനൊരു പ്ലംബറെ വിളിച്ചുകൊണ്ടുവന്ന് ആ ടാപ്പ് ശരിയാക്കുകയും അവിടുത്തെ സ്വിച്ച് ബോർഡ് പരിശോധിക്കുകയും ചെയ്യുന്നു. ടാപ്പ് തനിയെ ഓൺ ആയതും ഓഫ് ആയതും അതിനകത്തുള്ള ഇഷ്യൂ ആണെന്നാണ് ആ പ്ലംബർ പറയുന്നത്. ഇനി അതൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നു. പക്ഷെ അനു എപ്പോഴും കാർത്തിക്കിനോട് പറയുന്നുണ്ട് ഇതൊന്നും ആ ടാപ്പിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഈ വീട്ടിൽ എന്തോ ഒന്നുണ്ട്, നമ്മുടെ തോന്നലായിരിക്കും ഇതെല്ലാം, നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഈ വീടുമായിട്ട് നമ്മൾ ഇണങ്ങും, അപ്പൊ ഇതൊന്നും നിനക്ക് തോന്നില്ല എന്നാണ് അവൻ പറയുന്നത്. സീൻ അവിടെ കട്ടായി പിന്നീട് വീണ്ടും
വീണ്ടും ആ കുട്ടിയെ കാണിക്കുന്നു. അവന്റെ പേര് മഹി എന്നാണ്. അവന്റെ അച്ഛന്റെ പേര് രമേശ് എന്നും അമ്മയുടെ പേര് വിജയ് എന്നുമാണ്. മഹി എന്തോ കണ്ട് പേടിച്ച് അവന് പനി പിടിച്ച കാരണം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ അവനാകട്ടെ ഡോക്ടറിനോട് പറയുന്നുണ്ട് ആ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന്. അതാ എന്നെ അലമാരിക്കുള്ളിലേക്ക് തള്ളിയിട്ടത്. എന്നാൽ ഇതൊക്കെ അവന്റെ തോന്നലാണെന്നാണ് അവന്റെ അച്ഛനും അമ്മയും ഡോക്ടറും വിശ്വസിക്കുന്നത്. തൽക്കാലം അവനോട് അതൊക്കെ തോന്നലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഡോക്ടർ അവനോട് പറയുന്നുണ്ട് നീ ഇനി പ്രേതം വരുമ്പോ പേടിക്കാൻ നിൽക്കണ്ട. അതെന്തിനാണ് വന്നതെന്നും അതിന്റെ ആവശ്യം എന്താണെന്നും അതിനോട് ചോദിച്ചറിയണം. അങ്ങനെ ചോദിക്കുമ്പോൾ അത് മറുപടി തരുന്നെങ്കിൽ അവിടെ പ്രേതമുണ്ട്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും നീ പറയുന്നത് വിശ്വസിക്കും. അത് മറുപടി തന്നില്ലെങ്കിൽ അവിടെ പ്രേതമില്ല. തൽക്കാലം അങ്ങനെ ഒരു ഡീല് വെച്ചാണ് അവനെ അയാൾ പറഞ്ഞു വിടുന്നത്. ഇവിടെ അനു പച്ചക്കറി വാങ്ങാൻ വന്നപ്പോ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഈ കെട്ടിടത്തിൽ എന്തെങ്കിലും ദുരൂഹമരണം നടന്നിട്ടുണ്ടോ, ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എഫ് ബ്ലോക്കിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരുവിധം അവിടെയുള്ളവരെല്ലാം തന്നെ പുതുതായിട്ട് താമസം മാറി വന്നവരാണ്. അത് കാരണം ആർക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ ആ പച്ചക്കറി വിൽക്കുന്ന ആള് എല്ലാവരും പോയി കഴിയുമ്പോൾ അവളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ബ്ലോക്കിൽ ഒരു അച്ഛനും അമ്മയും കുട്ടിയും കാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതൽ അവരുടെ ആ ഫ്ലാറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ചുറ്റുമുള്ള ആൾക്കാരുടെ ഡോറിനെല്ലാം ആരോ അടിക്കുന്നതായിട്ടും അവിടെ നിന്ന് ആരോ അലറുന്നതായിട്ടുള്ള ഒച്ചയും കേൾക്കാമായിരുന്നു. അത് കാരണം എല്ലാവരും പേടിച്ച് ഫ്ളാറ്റുകളെല്ലാം വിറ്റിട്ട് ഒഴിഞ്ഞുപോയി. ഇപ്പൊ ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നവരെല്ലാം തന്നെ പുതിയ ആൾക്കാരാ. അതുകൊണ്ട് അവർക്ക് ഈ സ്റ്റോറി ഒന്നും അറിയില്ല. അനുവിന്റെ ഫ്ലാറ്റ് നമ്പർ F1 എന്നായിരുന്നു. അവിടെയാണ് അവർ താമസിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അത് തനിക്ക് അറിയില്ല എന്ന്. തന്റെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയ അനു കാണുന്നത് നേരത്തെ വരച്ചിരുന്ന ആ ചിത്രമല്ലേ അതിപ്പോൾ പൂർണ്ണമായിരിക്കുന്നതാണ്. അതിലൊരു അച്ഛന്റെ അമ്മയുടെയും കുട്ടിയുടെയും ചിത്രം ഉണ്ടായിരുന്നു. എന്റെ ഫാമിലിയാണെന്നും ഇതെന്റെ വീടാണെന്നുമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. പേടിച്ചുപോയി അവൾ കാർത്തികിനെ വിളിക്കാൻ നോക്കിയതും അവിടെ ഉണ്ടായിരുന്ന മേശയെല്ലാം തനിയെ തുറക്കുകയും അടയുകയും ചെയ്യുന്നു. കസാരയൊക്കെ തനിയെ മറിഞ്ഞു വീഴുന്നു. TV തനിയെ ഓണായി, കഥക് തനിയെ അടഞ്ഞു. ഇതെല്ലാം കണ്ട് പേടിച്ച് അവളുടെ ബോധം പോയി. കാർത്തിക് വരുമ്പോഴേക്കും അടുത്തുള്ള ഫ്ളാറ്റിലെ ആൾക്കാരെല്ലാം തന്നെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലായിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും ആ ഡ്രോയിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവള് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അത് നേരത്തെ ആരെങ്കിലും വരച്ചതായിരിക്കും. നമ്മൾ താമസിക്കുന്നതിന് മുന്നേ പെയിന്റ് അടിച്ചിരുന്നതാ. എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ പെയിന്റ് മങ്ങിയിട്ട് ആ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നതായിരിക്കും. എന്നാൽ അവള് പറയുന്നു നമ്മളെ കൂടാതെ ഇവിടെ ആരോ താമസിക്കുന്നുണ്ടെന്ന്. എന്നാൽ കാർത്തിക് അവളോട് പറയുന്നത് നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇത് മാറാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് കഥയുണ്ടാക്കുന്നതാണെന്ന്. ദേഷ്യമെന്ന് അവള് പറയുന്നുണ്ട് ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേ നീ വിശ്വസിക്കുമെന്ന്. അതും പറഞ്ഞിട്ട് അവള് നേരത്തെ കിടന്നുറങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ കാറ്റടിച്ച് അവിടുത്തെ വാതിൽ തുറന്നു. അവൻ പോയി അത് അടയ്ക്കുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അത് വീണ്ടും ആരോ തുറക്കുന്നു. അവന് പേടിയാകാൻ തുടങ്ങി. ബാത്റൂമിന്റെ ഡോർ തനിയെ തുറക്കുകയും അതിനുള്ളിൽ നിന്ന് ആരോ നടന്നു പോകുന്നതായിട്ട് അവൻ കാണുകയും ചെയ്യുന്നു. കാൽപ്പാടുകൾ അവന് വ്യക്തമായി കാണാമായിരുന്നു. അതോടുകൂടി അനു പറഞ്ഞത് ശരിയാണെന്ന് അവന് മനസ്സിലായി. കാൽപ്പാടുകളെ ഫോളോ ചെയ്ത് അവൻ പോയപ്പോൾ റൂമിലുണ്ടായിരുന്ന ഹാങ്ങിങ് ചെയറിൽ ആരോ ഇരുന്നാടുന്നു. പിന്നീട് അവനൊരു പൂജാരിയെ വിളിച്ച് പൂജയൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറച്ച് വെള്ളത്തില് ഉപ്പിട്ട് അയാൾ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ ഉപ്പ് വെള്ളത്തിൽ അലിയാതിരിക്കുകയാണെങ്കിൽ ഇവിടെ ആത്മാവുണ്ടെന്നാണ്. അതുപോലെ ഈ തേങ്ങ സ്ഥാനം മാറുകയാണെങ്കിൽ ഇവിടെ ആത്മാവുണ്ടാകും. എന്നാൽ അവർ വിചാരിച്ച പോലെ ഒന്നും തന്നെ നടന്നില്ല. തേങ്ങ സ്ഥാനം മാറിയതുമില്ല, ഇട്ട ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു. ഇവിടെ ആത്മാവൊന്നും ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. നല്ല പോസിറ്റീവ് എനർജിയുള്ള വീട് തന്നെയാണിത്. തൽക്കാലം അവർക്ക് കയ്യിൽ കെട്ടാൻ ജപിച്ച ചരടും കൊടുത്തിട്ട് അയാൾ പോയി. കുറച്ചു കഴിയുമ്പോൾ അവർ നോക്കി നിൽക്കുക തന്നെ അവരുടെ മെയിൻ ഡോർ തനിയെ തുറക്കുന്നു. വീണ്ടും അത് തനിയെ അടയുകയും ഹാളിലെ ലൈറ്റ് ഓൺ ആവുകയും ചെയ്തു. ആ പൂജാരിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ അനുവിനോട് അവൻ പറയുന്നു. അനു ഓടി ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ കാണുന്നത് അവിടുത്തെ വാളില് അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. പെട്ടെന്ന് അവൾ കാർത്തികിനെ വിളിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. അവർ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അനു പറയുന്നുണ്ട് ഈ ആത്മാവ് നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നമുക്കതിന് മറുപടി കൊടുക്കാമെന്ന്. അങ്ങനെ അവർ ആ ചുവരിൽ എഴുതിയിരുന്നതിന് മറുപടിയായിട്ട് എസ് എന്ന് എഴുതുന്നു. ആത്മാവിന്റെ റിപ്ലൈ നിങ്ങളുടെ പേരെന്താണെന്നായിരുന്നു. മറുപടിയായിട്ട് അനു ആകട്ടെ കാർത്തിക് എന്ന് എഴുതി. അതേസമയം സീൻ അവിടെ കട്ടായി നമ്മളെ മഹിയെ കാണിക്കുകയാണ്. ശരിക്കും മഹിയായിരുന്നു ആ ഭിത്തിയില് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എഴുതിയത്. ആ ഡോക്ടർ അവനോട് പറഞ്ഞിരുന്നില്ലേ ഗോസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന്. ആ ചുവരെഴുത്ത് കണ്ടിട്ട് രമേശും വിജയും നല്ലപോലെ പേടിച്ചു. പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. പരസ്പരം ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരുന്നത് തങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പ്രേതങ്ങളാണെന്നാണ്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഈ വീട്ടിൽ നിന്നും പോയി തരണമെന്ന് അനുവും കാർത്തിക്കും എഴുതുന്നു. എന്നാൽ രമേശ് വിചാരിക്കുന്നത് പ്രേതം നമ്മളോട് ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറയുകയാണെന്നാണ്. ഞങ്ങളുടെ വീട് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ നടക്കാതെ പോയ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാതെ ഞങ്ങൾ സാധിച്ചു തരാമെന്നാണ് രമേശ് പറയുന്നത്. പ്രേതം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് അനുവും കാർത്തിക്കും വിചാരിക്കുന്നു. അവര് ഭയത്തോടു കൂടി ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയ വീടാ, ഇത് വിട്ട് നിങ്ങൾ പോണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രമേശിന് ഡൗട്ട് തോന്നുന്നു. പ്രേതമാണെങ്കിൽ ഇങ്ങനെ കെഞ്ചി പറയേണ്ട കാര്യമില്ലല്ലോ, പേടിപ്പിച്ചാ പോരെ, നിങ്ങൾ പ്രേതങ്ങളല്ലേ, നിങ്ങളല്ലേ വിട്ടുപോകണ്ടേന്ന് രമേശ് ചോദിക്കുന്നു. എന്നാൽ അപ്പുറത്ത് നിന്ന് അനുവും കാർത്തിക്കും പറയുന്നുണ്ട് ഞങ്ങളല്ല പ്രേതം, നിങ്ങളല്ലേ പ്രേതമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും പ്രേതങ്ങളല്ല, രണ്ടുപേരും മനുഷ്യന്മാര് തന്നെയാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല. പിന്നീട് രമേശും വിജയും തങ്ങളുടെ റൂമിൽ ഫാൻ ഇടുകയും ലൈറ്റ് ഇടുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അനുവിന്റെയും കാർത്തികിന്റെ റൂമിൽ അത് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതവർ രണ്ടുപേരും ചുവരിൽ എഴുതി
പരസ്പരം അറിയിക്കുന്നു. ഇപ്പൊ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അനുവും കാർത്തിക്കും ആ വീട്ടില് എന്ത് ചെയ്താലും ശരി അത് തന്നെ വിജിയുടെയും രമേശിന്റെ വീട്ടില് സംഭവിക്കും. മഹി വരച്ച ചിത്രങ്ങളായിരുന്നു അത്. ഓരോ ദിവസവും അവൻ കുറേശ്ശെ വരയ്ക്കും. അതായിരുന്നു ഓരോ ദിവസവും അനു കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ടാപ്പ് ഓൺ ആക്കിയതും മഹിയായിരുന്നു. പക്ഷെ അനുവിന് മഹിയെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ മേശവിരിപ്പ് തുറക്കിയടക്കുകയൊക്കെ ചെയ്തത് മഹിയുടെ കൂട്ടുകാരായിരുന്നു. കാർത്തിക് ബാത്റൂമിൽ വെച്ചിട്ട് കണ്ടതും മഹിയെ തന്നെയായിരുന്നു. അതുപോലെ മഹിയെ അലമാരിക്കുള്ളിലേക്ക് തള്ളിയിട്ടെന്ന് പറഞ്ഞില്ലേ, അത് അനു ആയിരുന്നു. കാരണം അനു വന്ന് അലമാര തുറന്നിട്ട് അത് അടയ്ക്കാൻ നേരത്ത് ആ ടൈമിൽ തന്നെ മഹി അവിടെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് കൺഫേം ചെയ്യാൻ അവർ ഫ്ലാറ്റ് നമ്പരും സ്ഥലത്തിന്റെ പേരും ഉൾപ്പെടെ എല്ലാം പരസ്പരം ചോദിക്കുന്നു. രണ്ടുപേരും ഒരേ സ്ഥലത്തുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലെ F1 ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നത്. അതെങ്ങനെ ശരിയാവുമെന്നായിരുന്നു അവർ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതാൻ അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ പരസ്പരം ഫോൺ നമ്പർ കൈമാറി അവർ കോൾ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേർക്കും കോള് കണക്ട് ആവുന്നില്ല. നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. പറഞ്ഞ പോലെ നിങ്ങൾ ഈ F1 ഫ്ലാറ്റിലാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെയുള്ള പാർക്കിലേക്ക് നിങ്ങൾ വാ, നമുക്കപ്പോ പരസ്പരം കാണാമല്ലോ എന്ന് അവർ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഫ്ലാറ്റിന് താഴേക്ക് എത്തി. പക്ഷെ അവിടെ എല്ലാം ഓടി നടന്നിട്ടും അവർക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല. ഒരേ സ്ഥലത്ത് കൂടി അവർ പാസ്സായി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒടുവിൽ തിരിച്ചവർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കിലൊക്കെ നോക്കിയിട്ട് നിങ്ങളെ കണ്ടില്ല എന്ന്. ഈ മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ രമേശ് മഴ പെയ്യുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയതെന്ന് മനസ്സിലാക്കി കാർത്തിക് ചോദിക്കുന്നുണ്ട്, അവിടെ മഴയുണ്ടോ? ഇവിടെ മഴയില്ല എന്ന്. രമേശ് കാർത്തികിനെ അനുവിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കാർത്തികിന്റെ അനുവിന്റെ സ്ഥലത്ത് മഴ പെയ്യുന്നില്ല. അപ്പോഴാണ് അവർ പരസ്പരം നിങ്ങൾ ഏത് വർഷത്തിലാണ് ജീവിക്കുന്നതെന്നും ഏത് ഡേറ്റിലാണ് ജീവിക്കുന്നതെന്നും ചോദിക്കുന്നത്. രണ്ടുപേരും സെപ്റ്റംബർ 30 എന്നാണ് പറയുന്നത്. പക്ഷേ ഇയറിൽ വ്യത്യാസമുണ്ട്. രമേശ് ഉള്ളത് 2012 സെപ്റ്റംബർ 30-ലും കാർത്തിക് ഉള്ളത് 2022 സെപ്റ്റംബർ 30-ലുമാണ്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത വർഷങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ പോസിബിൾ ആകുമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് വിജി പറയുന്നു. നിങ്ങൾ പ്രേതം തന്നെയാണ്. മനഃപൂർവ്വം ഞങ്ങളെ വീട്ടിൽ നിന്നും ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കള്ളങ്ങൾ പറയുന്നതാ. പക്ഷെ കാർത്തിക് ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ 2022-ലാണ് ജീവിക്കുന്നതെങ്കിൽ 2012-ൽ നടന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുകൊണ്ട് അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ ഗൂഗിൾ ചെയ്തിട്ട് അവരോട് പറയുന്നു. ഒരു പ്രധാനപ്പെട്ട മിനിസ്റ്റർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. അതുപോലെ തന്നെ ഒരു ബസ് അപകടത്തിൽപ്പെടുകയും ഒരുപാട് മരണം ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന്റെ ഫൈനലില് ധോണി ലാസ്റ്റ് ബോൾ 6 അടിച്ച് ഇന്ത്യ ജയിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളെ വിശ്വസിച്ചെങ്കിലേ പറ്റൂ. എന്തായാലും അത് ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രമേശും വിജയും നോക്കിയിരിക്കുകയായിരുന്നു. പിറ്റേന്ന് ഇതെല്ലാം തന്നെ അവിടെ സംഭവിക്കുന്നു. കാർത്തിക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നു. അവര് പേടിയോടുകൂടി വീണ്ടും വന്ന് കാർത്തികിനോട് സംസാരിക്കുന്നു. കാർത്തിക് പറയുന്നു, അന്ന് ആ ബസ് അപകടം നടക്കുന്ന സമയത്ത് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നൊരു പിസ്സ വേൾഡില് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ എങ്ങനെ നമ്മൾക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുമെന്നായിരുന്നു ഇവരുടെ ഡൗട്ട്. കാർത്തിക് ആ ഫ്ലാറ്റിന്റെ പഴയ റെസിഡന്റ് ബുക്ക് എടുത്തു നോക്കിയപ്പോ അതിൽ രമേശും വിജിയും മഹിയും താമസിച്ചിരുന്നതിന്റെ രേഖകളും അവരുടെ ഫോട്ടോസും കിട്ടുന്നുണ്ട്. അതോടെ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാർത്തിക് ടെക്നോളജി പരമായിട്ട് കൂടുതൽ അറിവുള്ള തന്റെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ് അയാൾ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്നത് ടെസറാക്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഭൂമിയെ പൊതുവെ 3 ഡൈമെൻഷണൽ സ്പേസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, XYZ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത 4ാമതൊരു ഡൈമെൻഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ടെസറാക്ട്. ഇവിടെ രമേശും വിജിയും ഇതിനെപ്പറ്റി അറിവുള്ള ഒരു സ്ത്രീയോട് പോയി ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അങ്ങനെ രണ്ടുപേർക്കും പല രീതിയിലുള്ള അറിവുകളും കിട്ടുന്നുണ്ട്. സമയവും സ്ഥലവും എല്ലാം തന്നെ ഡിഫറന്റ് ആയിട്ടിരുന്നെങ്കിലും ഒരു വേം ഹോൾ മൂലം ഇത് രണ്ടിനെയും കണക്ട് ആക്കുന്ന ഒരു രീതിയാണ് ടെസറാക്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ സൈഡിൽ 2012 എന്നും 2022 എന്നും എഴുതിയിട്ടുണ്ട്. ആ 2 വർഷങ്ങൾക്കിടയിൽ 10 വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ ആ പേപ്പർ മടക്കുന്ന സമയത്ത് 2012ഉം 2022 എന്നും പറയുന്ന ആ പോയിന്റ് ഒരേയിടത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെയാണ് ടെസറാക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാർത്തികിന്റെ അനുവിന്റെ വീട്ടില് എന്ത് ചേഞ്ചസ് നടന്നാലും അത് 2012-ൽ താമസിക്കുന്ന വിജയുടെയും രമേശിന്റെയും വീട്ടിൽ നടക്കുന്നത്. 2022-ൽ അനുവും കാർത്തിക്കും ഇരിക്കുന്ന പോലെ തന്നെ 2012-ല് രമേശും വിജയും ആ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ വലിയൊരു സയന്റിഫിക് ചേഞ്ച് നടന്നു. അതുമൂലം ഇവർ 2 ഫാമിലീസിന്റെ ഇടയിലുണ്ടായിരുന്ന ടൈം ഗ്യാപ്പ് ഇല്ലാതെയായി. രണ്ടും ഒരേ ടൈമിലേക്ക് വന്നു. അതിന്റെ ഫലമായി 2012-ലുള്ള രമേശും 2022-ലുള്ള കാർത്തിക്കും ഒരേ സ്പേസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു ടെസറാക്ട് രൂപം കൊണ്ടു. ഒരേ സമയം ഒരു വീട്ടില് 2 ഫാമിലീസ് താമസിക്കുന്നു. അവർക്ക് പരസ്പരം കാണാൻ കഴിയില്ല. പക്ഷേ കോമൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. 2012-ല് രമേശും വിജിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഒരാൾ അൽമാര തുറക്കുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് അത് തനിയെ തുറക്കുന്നതായിട്ട് തോന്നുന്നത്. മറ്റൊരാൾ ഫാനിന്റെ സ്വിച്ച് ഇടുമ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് അത് തനിയെ ഓണായതായിട്ട് തോന്നുന്നത്. പരസ്പരം ഇവർക്ക് കാണാനോ സംസാരിക്കാനോ പറ്റില്ല. വീടിന്റെ ചുവരിൽ എഴുതിക്കൊണ്ട് മാത്രമേ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഒരു ടെസറാക്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ക്രിയേറ്റ് ആകണമെങ്കിൽ വളരെ ശക്തിയുള്ള ഒരു നെഗറ്റീവ് എനർജി വേണം. അതായത്
ഒരു ഇടിമിന്നൽ പോലെ എന്തെങ്കിലും ശക്തിയുള്ള എനർജി. മൂവിയുടെ തുടക്കത്തിൽ കാർത്തികുവിനും ഇവിടെ താമസിക്കാൻ വന്നതിന്റെ അന്ന് രാത്രി ശക്തിയായി ഇടിമിന്നലടിക്കുകയും ഇവരുടെ വാളിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുമൂലമാണ് ഈ ഒരു ടെസറാക്ട് രൂപം കൊണ്ടത്. ഇനിയിപ്പോ ഇവരുടെ കാര്യത്തിൽ ഒരു പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ ഇവർ വീട് വിട്ടുപോകണം, അല്ലെങ്കിൽ പരസ്പരം കാണാൻ പറ്റാത്ത ഫാമിലി ആയിട്ട് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അതായത് പരസ്പരം രണ്ടുപേർക്കും ആ വീടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരാൾ അടച്ച വാതില് മറ്റേയാൾക്ക് തുറക്കാൻ പറ്റും. അവിടെ ചെയർ നീക്കി കഴിഞ്ഞാൽ അത് ഇവിടെയും നീങ്ങും. അവിടെ ടാപ്പ് തുറന്നാ ഇവിടെയും തുറക്കും. അവിടെ ഒരാൾ ബാത്റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്താ ഇവിടെയുള്ളയാൾക്ക് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ സംഭവങ്ങൾ രണ്ട് ഫാമിലീസും മനസ്സിലാക്കിയതോടുകൂടി അവർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ കാർത്തിക് കുളിക്കാൻ കയറുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ രമേശ് ടോയ്ലറ്റ് യൂസ് ചെയ്യും. അവനപ്പോൾ അതിന്റെ സ്മെൽ അടിക്കാൻ തുടങ്ങും. വിജയ് സീരിയൽ കാണുന്ന സമയത്ത് നമ്മുടെ അനു ടിവിയിൽ ചാനൽ മാറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഒരുമിച്ച് ചാനൽ മാറ്റാൻ പറ്റും. അതിന്റെ പേരിലും അവർക്കിടയിൽ പ്രശ്നങ്ങളായി. കാർത്തിക് ടേബിളിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ വിജു പോയി ടേബിൾ പൊക്കിയിട്ട് അവിടെയെല്ലാം തൂത്തുവാരും. അവന്റെ ലാപ്ടോപ്പ് താഴെ വീണ് പൊട്ടും. അനു തറ ക്ലീൻ ചെയ്യുന്ന സമയത്ത് രമേശോ വിജയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ആ തറയിൽ വീണ്ടും കാൽപ്പാടുകൾ വരും. അവസാനം അവൾക്ക് ക്ലീൻ ചെയ്ത് മടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങളായി. അങ്ങനെ പരസ്പരം അബദ്ധത്തിൽ ഇവർക്ക് ഓരോരോ പണികൾ കിട്ടിക്കൊണ്ടേയിരുന്നു. കുറെ പണികൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവസാനം കാർത്തിക് നോക്കിയിരുന്ന് അവർക്ക് പണി കൊടുക്കാനും തുടങ്ങി. അവര് കബോർഡ് തുറക്കുന്ന സമയത്ത് ഇവൻ പോയി കബോർഡ് അടയ്ക്കുന്നു. അവരിയ്ക്കാൻ വരുമ്പോ ചെയർ മാറ്റുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ കാരണം കാർത്തിക്കിന് ഉറക്കമേ ഇല്ലാതെയായി. അവനാകിട്ട പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാനേ പറ്റുന്നില്ല. കമ്പനിയിൽ പോയിരുന്നും അവൻ ഉറങ്ങുകയായിരുന്നു. ഒടുവിൽ അവന്റെ ഉറക്കം കാരണം ഒരു മെഷീൻ കേടാവുകയും അത് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്തു. അതോടെ അവന്റെ ജോലിയും പോയി. അനുവാകിട്ട് ഇതിന്റെ പേരില് വിജയോടും രമേശിനോടും വഴക്കുണ്ടാക്കുന്നു. നിങ്ങൾ കാരണം എന്റെ ഹസ്ബൻഡിന്റെ ജോലി പോയെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാകാൻ തുടങ്ങിയതോടുകൂടി രമേശ് ആകട്ടെ വിജയോട് പറയുന്നുണ്ട് നമുക്ക് ഈ വീട് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. എന്നാൽ വിജയ് പറയുന്നു അതെന്തായാലും നടക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരുമ്പോ എന്റെ കുടുംബക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തെരുവിൽ കിടന്ന് തെണ്ടേണ്ടി വരുമെന്ന്. അവരുടെ മുന്നിൽ ഇപ്പോൾ സമാധാനത്തോടെ സ്വന്തമായിട്ട് വീട് വാങ്ങി നമ്മൾ ജീവിക്കുക. എന്തായാലും അതൊന്നും ഇനി നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് അവരുടെ മുന്നിൽ നാണം കെടാനും വയ്യ. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട് വിട്ടിട്ട് എങ്ങോട്ടും വരില്ല. ഈ രണ്ട് ഫാമിലീസും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഫാന്, ലൈറ്റ് അങ്ങനത്തെയൊക്കെ. അതുകൊണ്ട് തൽക്കാലം അതിന്റെയൊക്കെ വയറിങ് ചേഞ്ച് ആക്കാനും അതൊക്കെ മാറാനും ശ്രമിക്കുകയായിരുന്നു രമേശ്. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അയാൾ ഫാനിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ അനു ആകട്ടെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അവൾ അയൽ വീട്ടിലെ സ്ത്രീയെ വിളിച്ചുകൊണ്ടൊന്ന് പരിശോധിക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആയിട്ട് കിടക്കുന്ന കാണുന്നു. ആ ടൈമിൽ നമ്മുടെ രമേശ് ഫാനിന്റെ വയറിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വയറിലേക്ക് അയാൾ തൊടുന്നതിന് കുറച്ചു മുൻപ് അനു അത് ഓണാക്കി. എന്നിട്ട് അവൾ തിരിഞ്ഞു നടക്കാൻ നേരത്താണ് ശ്രദ്ധിക്കുന്നത് ആ മെയിൻ സ്വിച്ചിന്റെ ഡോറിലാകട്ടെ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇത് ഓഫാക്കി ഇട്ടിരിക്കണമെന്ന് രമേശ് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത്. അതോടെ അനു പേടിച്ച് പെട്ടെന്ന് പോയി അത് ഓഫാക്കി. അവൾ എന്തായാലും കറക്റ്റ് സമയത്താണ് അത് ഓഫാക്കിയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും രമേശിന് ഷോക്ക് അടിച്ചേനെ. എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ളൊരു പേടി അവൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് വീണ്ടും അയൽ വീട്ടിലെ സ്ത്രീ ആകട്ടെ അവളെ വിളിച്ച കാരണം അവൾ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ കാർത്തിക് അകത്തേക്ക് വരുമ്പോ വീണ്ടും കറണ്ട് ഇല്ലാത്ത കാരണം അവൻ മെയിൻ സ്വിച്ച് പോയി ഓണാക്കി. പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മുടെ രമേശ് ആകട്ടെ ആ വയറ് വായിൽ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. രമേശിന് ഷോക്ക് അടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അനു നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നു. ഈ എഴുതിയിരിക്കുന്നത് നീ കണ്ടില്ലെന്ന് ചോദിക്കുന്നു. അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് രമേശ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നതും വിജയ് അയാളെ കാണാൻ വരുന്നതുമാണ്. രമേശ് തന്റെ മകനോട് നടന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനാകട്ടെ നടന്നതെല്ലാം പറഞ്ഞു. മെയിൻ സ്വിച്ചിന്റെ അടുത്ത് ഓണാക്കരുതെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടും അവർ മനഃപൂർവ്വം ഓണാക്കിയെന്നാണ് മഹി പറയുന്നത്. അത് കേട്ടതോടുകൂടി വിജയ് ആകെ ദേഷ്യത്തിലായി. അവർ ചുവരിൽ വന്ന് എഴുതാൻ തുടങ്ങി. നിങ്ങൾ മനഃപൂർവ്വം എന്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ നോക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവർക്ക് അറിയാതെ പറ്റിയതായിരിക്കും എന്നാണ് രമേശ് പറയുന്നത്. ഈ സൈഡിൽ നിന്ന് കാർത്തിക് അനുവും പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് നമുക്ക് ഈ വീട് വിറ്റിട്ട് പോകാമെന്ന് അനു പറയുന്നു. എന്നാൽ കാർത്തികിനെ സംബന്ധിച്ച് അത് അത്ര ഈസി ആയിരുന്നില്ല. അവരങ്ങനെ എന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹി വന്ന് ഇവരോട് സംസാരിക്കുന്നു. അച്ഛന് ഷോക്ക് അടിച്ച വിവരം അമ്മയോട് പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞതാ. എന്നിട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് രണ്ട് ഫാമിലീസിനിടയിൽ പ്രശ്നം ഉണ്ടായത്. നമ്മുടെ ഫാമിലീസിനിടയിലുള്ള പ്രശ്നമെല്ലാം തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരു ഫാമിലി ആയിട്ട് ഈ വീട്ടിൽ താമസിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്നു. അനുവും ചിരിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുന്നു. എന്നിട്ട് അവന് കാർത്തികിനോട് പറയുന്നുണ്ട് അവിടെ ഒരു കൊച്ചുകുട്ടിയുള്ളതാ. ആ കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഈ വീട് മാറുന്നത് നല്ലതല്ലേ. നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അറിയാതെ ചിലപ്പോൾ ആ കുഞ്ഞിനായിരിക്കും പരിക്കേൽക്കുന്നത്. അത് ശരിയാണെന്ന് കാർത്തികിനും തോന്നി. അങ്ങനെ അവൻ വീട് വിൽക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. ലോൺ ആകട്ടെ 45 ലക്ഷം അടച്ചു തീർത്തെങ്കിലേ പറ്റൂ. ഇവൻ ഈ വീട് വിറ്റ ബ്രോക്കറിനോട് പോയി ചോദിക്കുമ്പോൾ അയാൾ ഇപ്പൊ പറയുന്നത് ഇനി ഈ വീടിന് 45 കിട്ടില്ല 25 കിട്ടുമെന്നാണ്. അത്രയും നഷ്ടത്തിൽ അവൻ എന്തായാലും വിൽക്കാൻ തോന്നുന്നില്ല. ഒടുവിൽ അവർ മറ്റൊരാളെ കണ്ടെത്തുന്നുണ്ട് ഈ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഇവരാകട്ടെ വിജയോടും രമേശിനോടും പറയുന്നുണ്ട് വീട് നോക്കാൻ ആള് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ കുറച്ചു നേരം പുറത്തു പോകണമെന്ന്. എങ്ങനെ നിങ്ങൾ അറിയാതെ വാതിൽ തുറക്കുകയോ ജനൽ തുറക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നോക്കാൻ വരുന്ന ആള് അത് കണ്ട് പേടിക്കും. അങ്ങനെ എന്തായാലും രമേശും വിജയും ഇവർ പറഞ്ഞ സമയത്ത് പുറത്തുപോയി. ആ സമയത്ത് ഒരാള് വീട് നോക്കാൻ വന്നു. എന്നാൽ അയാളാകട്ടെ വീടിന്റെ മുക്കും മൂലയും പരിശോധിക്കുകയായിരുന്നു. അതിന്റെ ഭിത്തി വരെ ഇടിച്ചു പൊളിച്ച് നോക്കുന്നുണ്ട് നല്ല ഉറപ്പുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കൂടാതെ ഡോറിന്റെ ലോക്ക് വരെ
അയാൾ പൊട്ടിച്ചു നോക്കി. അയാൾ കുറെ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പുറത്തുപോയ രമേശും വിജിയും ഇവിടെ തിരിച്ചു വന്നു. അവര് പതിവ് പോലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അത് അയാൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ രമേശ് ആകട്ടെ ബാത്റൂമിൽ കയറി അതിൽ വെള്ളം ഒഴിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ ഇതെന്താ തനിയെ വെള്ളം വരുന്നത് ചോദിക്കുമ്പോൾ അത് ഈ വീടിന് ഫുൾ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ വെള്ളം വരും. അതുപോലെ തന്നെ ഫാനിന്റെ സ്വിച്ചും ലൈറ്റിന്റെ സ്വിച്ചും ഒക്കെ ആവശ്യാനുസരണം തനിയെ ഓണാകും എന്നൊക്കെ ഇവർ കള്ളം പറയുന്നു. ഓ, അതുകൊണ്ടാണോ ഈ വീടിന് 45 ലക്ഷം? എന്തായാലും ഈ വീട് വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളാം എന്ന് അയാൾ പറയുന്നു. എന്നാൽ അയാൾ തിരിച്ചു പോകാൻ നേരത്താണ് രമേശിന്റെ പുറകെ വന്ന വിജയ് ആകട്ടെ വാതിലും തുറന്ന് അകത്ത് വരുന്നത്. അത് കണ്ടതും ഇവിടെ വീട് വാങ്ങാൻ വന്ന ആള് ഒന്ന് പേടിക്കുന്നു. മാത്രമല്ല വിജയുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോ അവർക്കിരിക്കാൻ വേണ്ടിയിട്ട് മഹി ആകട്ടെ ചെയർ എടുത്തുകൊണ്ട് വരുന്നു. ഇവിടെ വീട് വാങ്ങാൻ വന്ന ആള് നോക്കുമ്പോഴാകട്ടെ ചെയർ തനിയെ വരുന്നതായിട്ട് കാണുന്നു. അതോടുകൂടി അയാൾ പേടിച്ച് വീട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. രമേശിന്റെ ഫാമിലിയും കാർത്തികിന്റെ ഫാമിലിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ വാളിൽ എഴുതിക്കൊണ്ടാണല്ലോ. എന്നാൽ എഴുതുന്നതിന് തൊട്ട് മുമ്പ് അവരാകട്ടെ കോളിംബെൽ അടിക്കുമായിരുന്നു, ഞങ്ങൾ അവിടെ എഴുതാൻ പോകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അവരവിടെ കോളിംബെൽ അടിക്കുമ്പോൾ ഇവർക്ക് ഇവിടെയും കേൾക്കാമല്ലോ. അപ്പൊ അവർ പോയി ഭിത്തിയിൽ നോക്കും. ഇവിടെ വിജയ് എഴുതി വെക്കുന്നുണ്ട്, തന്റെ മകന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്, അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് നിങ്ങൾ പുറത്തു പോകാൻ. എന്നാൽ അതൊന്നും കാർത്തിക് കാണുന്നില്ല. ആ ബ്രോക്കർ വീട് വാങ്ങാതെ പോയതിന്റെ ദേഷ്യത്തിലായിരുന്നു അവൻ. അവിടെ ഇരുന്ന ചെയർ ആകട്ടെ അവൻ ദേഷ്യത്തിൽ തള്ളി മാറ്റുന്നു. എന്നാൽ അവിടെ വിജയുടെ മകന്റെ ബർത്ത്ഡേക്ക് കേക്ക് വെച്ചിരുന്നത് ആ ചെയറിലായിരുന്നു. അവർ നോക്കി നിൽക്കെ ആ ചെയറും കേക്കും എല്ലാം താഴെ വീണു. രണ്ട് ഫാമിലീസിനിടയിൽ പ്രശ്നങ്ങൾ വീണ്ടും കൂടി. ഒടുവിൽ ഈ ഫ്ളാറ്റ് ആർക്ക് വിൽക്കുമെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫ്ളാറ്റിൽ തന്നെയുള്ള ഒരാളാകട്ടെ തന്റെ ഒരു റിലേറ്റീവിന് ഈ ഫ്ളാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കാർത്തികിന്റെ അടുത്തേക്ക് വരുന്നു. അതോടെ കാർത്തിക് ഹാപ്പിയായി, അയാൾക്ക് തന്നെ ആ ഫ്ളാറ്റ് വിൽക്കാമല്ലോ. അങ്ങനെ അവൻ തന്റെ ഫ്ളാറ്റിന്റെ പേർപ്പസ് എല്ലാം എടുത്ത് കട്ടിലിട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അവനൊന്ന് പുറത്തേക്ക് പോയി. അതേസമയം അതേ കട്ടിലിൽ തന്നെ 2012 നമ്മുടെ രമേശ് ആകട്ടെ തന്റെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അയൺ ബോക്സ് ഓണാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു. എന്നാൽ അയൺ ബോക്സ് താഴേക്ക് വീഴുകയും ബെഡിലെല്ലാം തന്നെ തീപിടിക്കുകയും ചെയ്യുന്നു. അവിടെ തീപിടിച്ചപ്പോൾ ഇവിടെ കാർത്തികിന്റെ ബെഡിനും തീപിടിച്ചു. കാരണം ഇത് രണ്ടും ഒരേ ബെഡ് തന്നെയാണ്. അത് കാരണം കാർത്തികിന്റെ വീടിന്റെ ആധാരം എല്ലാം തന്നെ കത്തിപ്പോയി. ഫ്ളാറ്റ് വാങ്ങുന്നതിന് മുമ്പേ ആധാരം കത്തിപ്പോയ കാരണം വാങ്ങാൻ ഉദ്ദേശിച്ച ആ അയൽക്കാരനായിട്ടുള്ള ഫ്ളാറ്റിലെ ഉടമസ്ഥൻ ആ ഫ്ളാറ്റ് താൻ വാങ്ങുന്നില്ല എന്ന് പറയുന്നു. അതോടെ കാർത്തികിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ ഫ്ളാറ്റൊന്നും നമുക്ക് വേണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോയി നമുക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് അനു പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിലും കാർത്തിക് അത് വിട്ടിട്ട് പോകാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. വീട് വിൽക്കാതെ എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്ന പറഞ്ഞിട്ട് അനു ആകട്ടെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഞാൻ എന്റെ അമ്മയോട് സംസാരിച്ചു, അവരെന്തായാലും നമ്മളെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കും, നീ അച്ഛനോട് വന്നൊരു സോറി മാത്രം പറഞ്ഞാൽ മതി എന്ന് അവൾ പറഞ്ഞപ്പോ അവരുടെ മുന്നിൽ നാണം കെടാൻ എനിക്ക് പറ്റില്ല എന്നാണ് കാർത്തിക് പറയുന്നത്. ദേഷ്യം വന്ന് കാർത്തിക് അവളോട് പറയുന്നുണ്ട്, എന്റെ ജോലിയും പോയി വീടും പോകുന്ന അവസ്ഥ വന്നപ്പോ നിനക്ക് എന്നെ വേണ്ടാതായല്ലേ, ഒന്നിനും കൊള്ളാത്തവനായോ ഞാൻ. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് അവൾ അവന്റെ മുഖത്തടിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. കരഞ്ഞുകൊണ്ട് കാർത്തിക് ഇവിടെ ഭിത്തിയിൽ വന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾ കാരണം എന്റെ ജീവിതം തന്നെ തകർന്നു പോയെന്ന്. അനു എന്നെ ഇട്ടിട്ട് പോയി, എന്റെ കുടുംബം തകർന്നു. അത് കേട്ടതോടെ വിജിക്കും രമേശിനും ആകെ സങ്കടമായി. കാർത്തിക് അനു പോയ വിഷമത്തില് തന്റെ കൂട്ടുകാരുടെ അടുത്തിരിക്കുകയായിരുന്നു. താൻ വാങ്ങിയ ഫ്ളാറ്റിൽ ഇതിനു മുമ്പ് ആൾക്കാർ താമസിച്ചിട്ടില്ലേ, അവർക്കൊന്നും ഉണ്ടാകാത്ത പ്രശ്നം തനിക്ക് എന്തുകൊണ്ടാ ഉണ്ടായെന്ന് അവൻ ചിന്തിക്കുന്നു. അവന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിന്നെ ആ ഫാമിലിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാകും ചിലപ്പോ, എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണം. നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2012 ജീവിക്കുന്ന രമേശിന്റെ ഫാമിലിയോടാണ്. ഇപ്പോൾ 2022 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ ഫാമിലി ഇപ്പോഴും എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകും. മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാക്കൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മീഡിയം വഴി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടെസ്റാക്ട് അതാകാനും സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ രമേശിന്റെ ഫാമിലി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ആ ഫ്ളാറ്റിന്റെ സെക്രട്ടറിയോട് അവർ ചോദിക്കുമ്പോൾ 2012 വരെ അവരെ ഇവിടെ കണ്ടിരുന്നു, അതിനുശേഷം താൻ കാനഡയ്ക്ക് പോയി, പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവർ ഈ ഫ്ളാറ്റ് വിറ്റിട്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞെന്നാണ് അയാൾ പറയുന്നത്. അയാൾ ചെറിയൊരു ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ പോയി അന്വേഷിക്കുമ്പോൾ ആ ഷോപ്പുകാരനും പറയുന്നത് 2014 രമേശിന്റെ ഫാമിലി ഈ ഷോപ്പ് അയാൾക്ക് വിറ്റിട്ട് അവരിവിടെ നിന്ന് എങ്ങോട്ടോ പോയെന്നാണ്. വിജി ജോലി ചെയ്തിരുന്ന കടയിൽ പോയി ചോദിക്കുമ്പോഴും 2014 ശേഷം അവരവിടെ ജോലി ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. രമേശും വിജിയും ആ ഫ്ളാറ്റ് പോകുന്ന സമയത്ത് വിറ്റിട്ട് പോയ ആളോട് ഇവർ പോയി അന്വേഷിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, അവർ പെട്ടെന്നൊരു ദിവസം എന്തോ സംഭവിച്ചിട്ടാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അവരുടെ ഒരു സാധനം അവർ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അലമാരയും കട്ടിലും ഡൈനിങ് ടേബിളും ഉൾപ്പെടെ അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ടാ പോയത്. കുറച്ചു കാലം ഞാനത് ഉപയോഗിച്ചു, പിന്നെ നിങ്ങൾക്ക് വീട് വിറ്റപ്പോ നിങ്ങൾക്കത് തരികയും ചെയ്തു. ആ സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്നത്. പിന്നീട് ഇവർ അന്വേഷിച്ച് 2012 ശേഷം രമേശിന്റെ ഫാമിലി താമസിച്ചിരുന്ന ഒരു വീട്ടിലേക്ക് പോയി. 2014 വരെ മാത്രമേ അവർ അവിടെയും താമസിച്ചിട്ടുള്ളൂ. ഒരു സ്ത്രീയുടെ വീടിന്റെ മുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. കുറച്ചുകാലം അവരവിടെ താമസിച്ചെങ്കിലും ആരുമായിട്ട് ഒരു സഹകരണവും ഇല്ലായിരുന്നു, ആരോടും അധികം മിണ്ടാറുമില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. രമേശിനെ അറിയാവുന്ന പലരെയും കണ്ടെങ്കിലും അവർക്കാർക്ക് രമേശ് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, അയാൾ എവിടെയാണെന്നും അറിയില്ല. 2012 ജീവിച്ചിരിക്കുന്ന രമേശ് ഇവർക്കൊരു ഫോൺ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ നമ്പർ വെച്ചിട്ട് അവർ സെർച്ച് ചെയ്യുമ്പോൾ 2014 വരെ ആ നമ്പർ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം 2014 രമേശിനും ഫാമിലിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ 2022 കാർത്തിക് 2022 തന്നെ ജീവിക്കുന്ന രമേശിനെ സുജിയെയും കണ്ടെത്താൻ ശ്രമിക്കുന്ന പോലെ തന്നെ 2012 ജീവിക്കുന്ന രമേശ് ആകട്ടെ അപ്പോഴുണ്ടായിരുന്ന കാർത്തികിനെ കണ്ടെത്താനും ശ്രമിക്കുന്നു. കാരണം കാർത്തികിനോട് ഇവർ സംസാരിക്കുന്ന സമയത്ത് കാർത്തിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ എന്നൊരു പിസാ
വേൾഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, കോളേജിൽ പഠിക്കുകയായിരുന്നു എന്ന്. അയാൾ അങ്ങനെ പിസ്സ വേൾഡിലെല്ലാം പോയിട്ട് കാർത്തികിനെ അന്വേഷിക്കുന്നു. അവിടെ നിന്നും കാർത്തികിന്റെ ഒരു ഫോൺ നമ്പറും കിട്ടി. ആ ഫോൺ നമ്പറിൽ വിളിച്ച് കാർത്തികിനോട് തന്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ രമേശ് പറയുകയാണ്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഇവരിപ്പോൾ സംസാരിച്ച കാര്യങ്ങള് അന്നത്തെ കാർത്തികിന് ഒരിക്കലും അറിയാൻ വഴിയില്ലല്ലോ. കാരണം 2022-ലാണ് കാർത്തിക് ഇയാളോട് സംസാരിക്കുന്നത്. എന്തായാലും എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, വൈകിട്ട് എന്റെ വീട്ടിലേക്ക് വരണമെന്ന് രമേശ് 2012-ലുള്ള കാർത്തികിനോട് പറയുന്നു. തന്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് താൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്തു. ഇവിടെ 2022-ലെ കാർത്തിക് ആകട്ടെ രമേശിനെ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് അവന്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. അവൻ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അവന് വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അടുത്തുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിക്കാരന്റെ അടുത്തേക്കാണ് വീഴുന്നത്. അയാളത് കണ്ടതും ഇത് രമേശ് അല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇയാളെ അറിയാമോന്ന് കാർത്തിക് ചോദിച്ചതും ആ സെക്യൂരിറ്റിക്കാരൻ രമേശിന്റെ അടുത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അയാൾ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒടുവിൽ രമേശിനെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു കാർത്തിക്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ, എന്റെ പേര് കാർത്തിക് എന്ന. നിങ്ങൾ 2012-ലായിരുന്ന സമയത്ത് 2022-ൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ രമേശിന് ഒന്നും മനസ്സിലായില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല, ഞാൻ അങ്ങനെ ആരോട് സംസാരിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്നാൽ രമേശ് മനഃപൂർവ്വം കള്ളം പറയുകയാണെന്ന് കാർത്തിക് വിചാരിക്കുന്നു. അവർക്കിടയിൽ ഓരോ വാക്ക് തർക്കവും ഉണ്ടായി. കാർത്തിക് കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രമേശിന് എന്തുകൊണ്ടാണ് 2012-ൽ നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാത്തതെന്ന്. ആ ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു. ആ കൂട്ടുകാരൻ പറയുന്നത് രമേശും കേൾക്കുന്നുണ്ട്. ടെസറാക്ട് ഉണ്ടായ സമയത്ത് 2012-ല് ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി തന്നെ ഫോമായി എന്നാണ് അയാൾ പറയുന്നത്. 2012-ലെയും 2022-ലെയും ടൈം ലൈൻ ഇവരുടെ ഈ വീട്ടിൽ വെച്ചിട്ടാണ് കൂട്ടിമുട്ടിയത്. രണ്ടുപേരും ഒരേ ആള് തന്നെയാണ്. പക്ഷെ 2012-ല് നീ രമേശിനോട് സംസാരിച്ച കാര്യങ്ങള് ഒരിക്കലും 2022-ൽ ജീവിക്കുന്ന രമേശിന് അറിയില്ല. 2012-ല് മറ്റൊരു ഡയമെൻഷനിലിരിക്കുന്ന ഇതേ രമേശിനോടാണ് നീ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇയാൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തത്. കാർത്തിക് ആകെ നിസ്സഹായനായി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ തിരിച്ചു പോകാൻ നേരത്ത് രമേശ് അയാളോട് വന്ന് സംസാരിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് ആ വീട്ടിലേക്ക് വരണം. ആ ചുവരിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതെനിക്ക് കാണണം. കാർത്തിക് അനുവിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരാനും പറയുന്നു. അനുവും കാർത്തിക്കും വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് രമേശും വിജി അവിടേക്ക് വരുന്നു. ഇപ്പോ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന പോലെ തന്നെ നിങ്ങളും താമസിക്കുന്നുണ്ട്. 2012-ലിരുന്നു കൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കൂടാതെ ചുവരിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ ഭിത്തിയിൽ എഴുതാൻ ആരംഭിച്ചു. 2012-ലെ രമേശും വിജിയും അതിന് റിപ്ലൈയും കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ 2022-ലെ രമേശിനും വിജിക്കും മനസ്സിലായി മറ്റൊരു ഡയമെൻഷനിലിരുന്നു കൊണ്ട് തങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. 2022-ലെ രമേശ് 12-ലെ രമേശിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരേ ആളാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട് ഈ വീട് ഈ കുട്ടികൾക്ക് തന്നെ കൊടുക്കണമെന്ന്. എന്നാൽ ഇത് കണ്ട് 2012-ലെ വിജിക്ക് ഡൗട്ട് തോന്നുന്നു. ശരിക്കും നിങ്ങൾ 2022-ൽ താമസിക്കുന്ന രമേശ് സുജിയുമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത് കേട്ട് കാർത്തിക് ഒരു ഐഡിയ പറയുന്നു. 2012-ലെ രമേശിനും വിജിക്കും അറിയാവുന്ന ഏതെങ്കിലും ഒരു രഹസ്യം ഇവരോട് ചോദിക്കണം. അതിനുത്തരം ഇവർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവരത് വിശ്വസിച്ചെങ്കിലേ പറ്റൂ. അങ്ങനെ വിജു ചോദിക്കുന്നുണ്ട് രമേശ് സാധാരണയായിട്ട് ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയുണ്ടാറുണ്ട്, ആ സ്വപ്നം ഏതാണെന്ന്. അത് രമേശിനും വിജിക്കും മാത്രമേ അറിയൂ. 2022-ലെ വിജി അതിന് റിപ്ലൈ കൊടുക്കുന്നു. രമേശ് തന്റെ അമ്മയെ ഒരു ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്വപ്നമായിരുന്നു കണ്ടിരുന്നത്. ആ സ്വപ്നം കണ്ട പിറ്റേ ദിവസം അയാൾക്ക് അതുപോലെ തന്നെ അയാളുടെ അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം എപ്പോഴൊക്കെ അയാൾ ആ സ്വപ്നം കാണുന്നോ അപ്പോഴെല്ലാം അയാൾ പേടിച്ച് ഞെട്ടിയുണരും. ഇത് കേട്ടതോടുകൂടി 2012-ലെ വിജിക്ക് ഉറപ്പായി തങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന്. സന്തോഷത്തോടുകൂടി 2012-ലെ രമേശും വിജിയും അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ 2022-ലല്ലേ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നത്, നമ്മൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്, മഹി ഇപ്പൊ എന്തോ ചെയ്യുന്നത്? എന്നാൽ ഇത് കേട്ടതോടുകൂടി 2022-ലെ രമേശും വിജിയും ആകെ സങ്കടത്തിലായി. അവര് പേടിച്ചുകൊണ്ട് അന്നത്തെ ഡേറ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട് 2012-ല് ഇന്നേ ദിവസമാണ് മഹിക്ക് ആക്സിഡന്റ് ആയതെന്ന്. അതുകൊണ്ട് മഹി എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ആക്സിഡന്റ് ആയി 2 വർഷം അവൻ കോമയിൽ കിടന്നിട്ട് 2014-ലാണ് അവൻ മരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാം വിട്ടെറിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോയത്. അതുകൊണ്ടാണ് ആർക്കും ഇവരെ പറ്റി ഒരു വിവരവും കിട്ടാഞ്ഞതും. ഇത് കേട്ടതോടെ 2012-ലെ വിജിയും രമേശും ആകെ ടെൻഷനിലായി. അവർ മഹി അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. ഇവിടെ ഇരുന്നു കൊണ്ട് 2022-ലെ വിജിയാകട്ടെ മഹി പാർക്കിലുണ്ട്, അവിടേക്ക് പോകാൻ പറഞ്ഞെങ്കിലും അതൊന്നും കാണുന്നതിന് മുമ്പ് തന്നെ 2012-ലെ വിജിയും രമേശും ആ ഏരിയ എല്ലാം തന്നെ പരിശോധിക്കാൻ പോയി. ആ സമയം മഹി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മഴയും കാറ്റും വരുന്നു. അവന്റെ ചെറിയ ഹെലികോപ്റ്റർ മരത്തിൽ കുടുങ്ങി. അതെടുക്കാൻ വേണ്ടിയിട്ട് അവൻ മുകളിലേക്ക് കയറി. എന്നാൽ അവൻ സ്ലിപ്പാവുകയും മരച്ചില്ലയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് വീണു കഴിഞ്ഞാൽ ഉറപ്പായും അവൻ മരിക്കും. അവിടെ നല്ല രീതിയിൽ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ഒടുവിൽ രമേശും വിജിയും മഹിയെ കണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ആ ടൈമിൽ തന്നെയാണ് 2012-ലെ കാർത്തിക് അവിടേക്ക് വരുന്നത്. പിസ്സ ഡെലിവറി കഴിഞ്ഞിട്ട് അവൻ രമേശിനെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവൻ വരുമ്പോ കാണുന്നത് ഇതുപോലെ മഹി ആകട്ടെ താഴേക്ക് വീഴാൻ തുടങ്ങുന്നതാണ്. അവൻ ഇവരെ ഓടുന്ന കണ്ടിട്ട് ഇവരെക്കാൾ മുന്നേ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബൈക്കും കൊണ്ട് സ്പീഡിൽ പോകുന്നു. പക്ഷെ ആ സമയത്ത് എതിരെ വന്ന ഒരു വെള്ളത്തിന്റെ വണ്ടി അവന്റെ ബൈക്കിലിടിക്കുകയും അവൻ തെറിച്ചു പോവുകയും ചെയ്തു. മഹിയെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് രമേശും വിജിയും കരയുകയാണ്. ഇവിടെ 2022-ലെ രമേശും വിജിയും കാർത്തിക്കും അനുവെല്ലാം തന്നെ 2012-ലെ രമേശും വിജിയും തങ്ങൾക്ക് റിപ്ലൈ തരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഇടിമിന്നൽ വീണ്ടും വന്നിരിക്കുന്നു.
ആ ഒരു ടെസ്റാക്ട് ഇല്ലാതായി കാണും, ആ ഒരു വേം ഹോളും ഇല്ലാതായി കാണും, ഇനി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പേടിയായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞതും 2012 രമേശിന്റെ റിപ്ലൈ അവർക്ക് വരുന്നുണ്ട്. മഹിക്കൊന്നും പറ്റിയില്ല, അവനെ കറക്റ്റ് സമയത്ത് രക്ഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മഹിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവർ അവന്റെ രൂപം അതിൽ വരയ്ക്കുന്നു. 2022 രമേശിനും വിജിക്കും സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ട മകനോട് അവർക്ക് ഒരിക്കൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അവർ ആ ഭിത്തിയിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. 2012 ഇതേ ഇൻസിഡന്റ് അവർക്ക് സംഭവിക്കുമ്പോൾ അവർക്ക് മഹിയെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 വർഷം അവൻ കോമയിൽ കിടന്നിട്ട് 2014 അവൻ മരിച്ചുപോയി. ഇന്ന് ഈ ഒരു മീഡിയം ത്രൂ ആണെങ്കിലും മറ്റൊരു ഡൈമെൻഷനിൽ ജീവിക്കുന്ന തന്റെ മകനെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയല്ലോ. മഹി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ രമേശ് പറയുന്നുണ്ട് മഹിയെ രക്ഷിച്ചത് കാർത്തിക് ആണെന്ന്. മഹിയുടെ അവസ്ഥ കണ്ട് അവനെ രക്ഷിക്കാൻ ഓടിപ്പോകുന്ന സമയത്ത് അവനെ വണ്ടി ഇടിച്ചെങ്കിലും അവൻ തെറിച്ചു വീഴുന്നത് മഹിയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. മഹി താഴേക്ക് വീഴുമ്പോൾ അവൻ കറക്റ്റ് സമയത്ത് അവനെ പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹി രക്ഷപ്പെട്ടത്. ഇതിനെല്ലാം കാരണം അവിടെ ഫോമായ വേം ഹോൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയതും മഹി അപകടത്തിലാകുമെന്ന് മനസ്സിലായതും കറക്റ്റ് സമയത്ത് രക്ഷിക്കാൻ പറ്റിയതും എല്ലാം തന്നെ. 2022 രമേശും വിജിയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു മഹി രക്ഷപ്പെട്ടത് കാരണം. ഇവിടെ കാർത്തികോനും അവരോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇനി നിങ്ങൾ തന്നെ താമസിച്ചാൽ മതിയെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഈ ഒരു മീഡിയം ത്രൂ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ വീട് നിങ്ങൾക്ക് തന്നെയാണ് താമസിക്കാൻ അനുയോജ്യം. അങ്ങനെ പരസ്പരം കാണാതെ തന്നെ മറ്റൊരു ഡൈമെൻഷനിൽ ജീവിക്കുന്ന തങ്ങളോടും തങ്ങളുടെ മകനോടും ഒപ്പം 2022 രമേശും വിജിയും ആ വീട്ടിൽ താമസം ആരംഭിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.